നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിലും പട്ടണങ്ങളിലും നടന്ന വൻകിട ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ തങ്ങളുടെ 2 വനിതാ ചാവേറുകളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ 50-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇവരിൽ 17 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ശനിയാഴ്ചയാണ് ഓപ്പറേഷൻ ഹെറോഫ് 2 എന്ന പേരിൽ സുരക്ഷാ സേനയ്ക്കെതിരെ ബലൂച്ച് വിമതർ അക്രമം അഴിച്ചുവിട്ടത്. സുരക്ഷാ ഏജൻസികൾ നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ 140 വിമതരെ പിടികൂടിയതായി ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി സർഫറാസ് ബുഗ്ട്ടി അറിയിച്ചു. ആക്രമണങ്ങൾ നടത്തിയവരിൽ 2 വനിതകളുമുണ്ടെന്നും പാക് ആഭ്യന്തരമന്ത്രി ഗുജ ആസിഫും വ്യക്തമാക്കിയിരുന്നു. അതിൽ ചാവേറുകളിൽ ഒരാൾ 24-കാരിയായ ആസിഫ മെങ്കാൾ ആണെന്നും തിരിച്ചറിഞ്ഞു. ബലൂചിസ്ഥാനിലെ നുഷ്കി സ്വദേശിയായ ആസിഫ മുഹമ്മദ് ഇസ്മായിൽ എന്നൊരാളുടെ മകളാണെന്നും BLA പറഞ്ഞു. 2002 ഒക്ടോബർ 2 ജനിച്ച ആസിഫ BLAയുടെ മജീദ് ബ്രിഗേഡിൽ തന്റെ 21ാം ജന്മദിനത്തിലാണ് ചേർന്നത്. 2024 ജാനുവരിയിലാണ് ചാവേറാകാൻ തീരുമാനിച്ചത്. ശനിയാഴ്ച നുഷ്കിയിലെ ISI ആസ്ഥാനത്ത് ആക്രമണം നടത്തിയ ആസിഫയായിരുന്നു. അതേസമയം 2ാമത്തെ വനിതാ ചാവേറിന്റെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇവർ ആക്രമണം നടത്തുന്നതിന് മുൻപായുള്ള വീഡിയോ പുറത്തു വന്നു. BLA പുരുഷ ആയുധധാരികൾക്കൊപ്പം തോക്കേന്തി നിന്ന് പാകിസ്ഥാൻ സർക്കാരിനെ യുവതി പരിഹസിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. നമ്മൾ സ്വയം ഉണർന്നെഴുന്നേൽക്കേണ്ടതുണ്ട്. ബലൂച്ച് രാഷ്ട്രം ഉണർന്നെഴുന്നേൽക്കേണ്ടതുണ്ട്. നമ്മൾ തോളോട് തോൾ ചേർന്ന് നിൽക്കണം. ശത്രുക്കളുടെ നാളുകൾ എണ്ണപ്പെട്ട കഴിഞ്ഞു. അവർക്ക് വലിയ ശക്തിയില്ല. ശത്രുവിനോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ലെന്ന് ബലൂച്ച് രാഷ്ട്രം മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ പോരാളികൾ അവരുടെ ജീവൻ ബലിയർപ്പിക്കുന്നു, സ്വയം പൊട്ടിത്തെറിക്കുന്നു. എന്നിട്ടും ചിലർ ഇപ്പോഴും കുറച്ച് പണത്തിനായി അവരെ വഞ്ചിക്കുന്നു എന്നാണ് യുവതി വീഡിയോയിൽ പറയുന്നത്. അഫ്ഗാനിസ്ഥാനുമായും ഇറാനുമായും അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. സാധാരണക്കാരുടെ വേഷത്തിലെത്തിയ ഭീകരർ സ്കൂളുകളിലും ബാങ്കുകളിലും ആശുപത്രികളിലും കടന്നുകയറി വെടിയുതിർക്കുകയായിരുന്നു എന്നും പാക് മന്ത്രി തലാൽ ചൗധരി പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി ആരംഭിച്ച ആക്രമണങ്ങൾ ശനിയാഴ്ച വരെ തുടർന്നു. നുഷ്കി, ഹബ്, ചമൻ, നസീറാബാദ്, ഗോധർ, മക്രാൻ എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ബലൂചിസ്ഥാൻ സർക്കാർ വക്താവ് ഷാഹിദ് റിൻഡ് പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ആസൂത്രണം ചെയ്യുന്നതിനായി അധികൃതർക്ക് സൂചന ലഭിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് അവർക്ക് പ്രത്യാക്രമണം നടത്താൻ കഴിഞ്ഞതെന്നും ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി പറഞ്ഞു. ബലൂചിസ്ഥാനിലുടനീളം സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ട് ഹിറോഫ്, അതായത് കറുത്ത കൊടുങ്കാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന 2ാം ഘട്ട ഓപ്പറേഷൻ ശനിയാഴ്ച ആരംഭിച്ചതായിട്ടും BLA അറിയിച്ചിരുന്നു. ഏതെങ്കിലും നഗരത്തിന്റെയോ തന്ത്രപ്രധാനമായ കേന്ദ്രത്തിന്റെയോ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമങ്ങളെ സുരക്ഷാ സേന പരാജയപ്പെടുത്തിയതായും പാകിസ്ഥാൻ സൈന്യം അറിയിച്ചു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഭീകരർ നടത്തിയ അതിശക്തമായ ആക്രമണ പരമ്പരയിൽ 80 പേരാണ് കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി ആരംഭിച്ച് ശനിയാഴ്ച വരെ നീണ്ടുനിന്ന ആക്രമണം പ്രവിശ്യയിലെ 12ഓളം നഗരങ്ങളെയും പട്ടണങ്ങളെയും ഒരേ സമയം ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. കൊല്ലപ്പെട്ടവരിൽ 70 പേർ ഭീകരരാണെന്നും 10 പേർ സുരക്ഷാ ഉദ്യോഗസ്ഥരാണെന്നും പാക് അധികൃതർ സ്ഥിരീകരിച്ചു. സുരക്ഷാ സേനയും പോലീസും സംയുക്തമായി നടത്തിയ പ്രത്യാക്രമണത്തിലാണ് ഭീകരരെ വധിച്ചത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റ, ഗോധർ, മക്രാൻ, ഹബ്, ചമൻ, നസീറാബാദ്, നുഷ്കി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പോലീസ് പോസ്റ്റുകൾക്കും ഫ്രോഡിയർ കോപ്സ് നിലയങ്ങൾക്കും നേരെയാണ് ഭീകരർ വെടിയുതിർത്തത്. നസീറാബാദിൽ റെയിൽവേ ട്രാക്കിൽ സ്ഥാപിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ സുരക്ഷാ സേന കണ്ടെത്തി നിർവീര്യമാക്കി. ഗോദറിലെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ ഭീകരർ വധിച്ചതായി ഫെഡറൽ ഇൻഫർമേഷൻ മന്ത്രി അതാവുല്ല തരാർ അറിയിച്ചു. നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. ഓപ്പറേഷൻ ഹെറോഫ് എന്ന പേരിൽ തങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന്റെ 2ാം ഘട്ടമാണിതെന്നും BLA വക്താവ് ജിയന്ത് ബലോച്ച് പ്രസ്താവനയിൽ പറഞ്ഞു. നുഷ്കിയയിലെ കൗണ്ടർ ടെററിസം ഡിപ്പാർട്ട്മെന്റ് ആസ്ഥാനം പിടിച്ചെടുത്തതായും ഫ്രോഡിയർ കോപ്സ് കേന്ദ്രങ്ങൾ ആക്രമിച്ചതായും ഭീകരർ അവകാശപ്പെട്ടു. എന്നാൽ പാക് അധികൃതർ ഈ അവകാശങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. കൊല്ലപ്പെട്ട ഭീകരരിൽ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ അംഗങ്ങളുണ്ടോ എന്നും സൈന്യം പരിശോധിച്ചു വരികയാണ്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭീകരാക്രമണങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം പ്രവിശ്യയിലെ മരണനിരക്ക് 22% വർദ്ധിച്ചു.
2025 പാകിസ്ഥാനിലുടനീളം ഭീകരാക്രമണങ്ങളിൽ 34% വർധനവുണ്ടായതായും 699ഓളം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. മേഖലയിൽ സൈനിക നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. തീവ്രവാദി ആക്രമണങ്ങളിൽ 10 പോലീസുകാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ പഞ്ചാബ്, ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ എന്നിവിടങ്ങളിലെ 2 ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളിലും 41 തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു. സമീപ വർഷങ്ങളിൽ ബലൂചിസ്ഥാനിൽ അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് നൽകുന്ന വിവരങ്ങളനുസരിച്ച് കഴിഞ്ഞ വർഷം പ്രവിശ്യയിൽ മരണസംഖ്യ 787 നിന്ന് 956 ഉയർന്നു. ഇത് ഏകദേശം 22% വർധനമാണ്. ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള മറ്റൊരു പഠന കേന്ദ്രമായ പാക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീസ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിലും 2025 പാകിസ്ഥാനിലുടനീളം ഭീകരാക്രമണങ്ങൾ 34% വർദ്ധിച്ചതായും രാജ്യവ്യാപകമായി 699 സംഭവങ്ങൾ രേഖപ്പെടുത്തിയതായും അറിയിച്ചു. ഇപ്പോഴും ഇടയ്ക്കും തലയ്ക്കും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാന്റെ പല കേന്ദ്രങ്ങളും ആക്രമിക്കുന്നുണ്ട്. തിരിച്ചും പാക് സൈന്യവും ബലൂചിസ്ഥാനിലെ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെയും ആക്രമണം അഴിച്ചുവിടുന്ന വളരെ സമാധാനമില്ലാത്ത അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്.